മദ്യനയ കേസിൽ സിബിഐ കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രിയും എഎപി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് വൻ തിരിച്ചടി. സിബിഐ കേസിൽ ജാമ്യം തേടിക്കൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. സിബിഐക്ക് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനാവശ്യമായ തെളിവുകളില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സ്വിഗി വാദിച്ചുവെങ്കിലും ജാമ്യം അനുവദിക്കാൻ സിസ്റ്റ് നിന ബൻസാൻ കൃഷ്ണ അധ്യക്ഷനായ ബെഞ്ച് തയ്യാറായില്ല. കേസിൽ ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ ഡൽഹി മുഖ്യമന്ത്രിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കെജ്രിവാളിന്റെയും സിബിഐയുടെയും അഭിഭാഷകരുടെ വാദം കേട്ട ശേഷം ജൂലൈ 29-ന് എഎപി നേതാവിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാൻ ഹൈക്കോടതി മാറ്റുകയായിരുന്നു. എക്സൈസ് നയ കേസിലെ അഴിമതിയുടെ സൂത്രധാരൻ ഡൽഹി മുഖ്യമന്ത്രിയാണെന്നും വിട്ടയച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ അന്വേഷണ ഏജൻസി ശക്തമായ ഭാഷയിലാണ് എതിർത്തത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അന്വേഷണം അവസാനിപ്പിക്കാനാകില്ല. 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് സിബിഐയുടെ അഭിഭാഷകൻ പറഞ്ഞത്. അതേസമയം തെളിവുകളില്ലെങ്കിലും ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് സിബിഐയുടെ അറസ്റ്റ് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ വാദം. സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. മദ്യനയ കേസിൽ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 21 ദിവസത്തെ ജാമ്യമായിരുന്നു ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം വരും വരെ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ജൂൺ 2-ന് കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചു. ഇതിനിടയിൽ ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല. തുടർന്ന് ജൂൺ 2-ന് അദ്ദേഹം തിഹാർ ജയിലിൽ കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു.